നല്ല മുരിഞ്ഞ സോഫ്റ്റായ ചൂട് വെള്ളയപ്പം കൂടെ ചിക്കൻ സ്റ്റൂവും ഒന്ന് കഴിച്ചു വന്നാലോ? അതിരാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. 10 മണിയോടടുപ്പിച്ച് AG റോഡിലെ റഹ്മത്ത് ഹോട്ടലിലെത്തി. ഇന്ന് ഇവിടുത്തെ ചിക്കൻ സ്റ്റൂ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് ആദ്യമേ ഉറപ്പിച്ചതാണ്. ആ സ്റ്റൂവിൽ നിന്ന് ഒരു പീസ് എടുത്ത് പ്ലേറ്റിലേക്ക് വെച്ചു. അതിൻ്റെ രുചി എന്താണെന്നറിയണമല്ലോ. മുൻപ് അപരിചിതനായ ഒരു സുഹൃത്ത് സജസ്റ്റ് ചെയ്ത ഒരു സ്ഥലമാണ് റഹ്മത്തിൻ്റെ ഈ കോമ്പിനേഷൻ. പ്ലേറ്റ് വെച്ചു, നല്ല ചൂടുണ്ട്. ചൂടുള്ള പ്ലേറ്റ് എപ്പോഴും കിട്ടുമ്പോൾ ഒരു ആനന്ദം മനസ്സിലുണ്ടാവാറുണ്ട്. വന്നിരുന്നതിന് ശേഷം 15 മിനിറ്റ് കഴിഞ്ഞിരിക്കണം ഈ ഭക്ഷണം ടേബിളിലെത്താൻ. നല്ല ചൂടോടെയുള്ള മുരിഞ്ഞ വെള്ളയപ്പം, വളരെ സോഫ്റ്റുമാണ്. ആ ചിക്കൻ സ്റ്റൂവിൽ നിന്നും ഒരു പീസ് എടുത്ത് അത് വെള്ളയപ്പത്തിന് മുകളിൽ വെച്ചു. ഒന്നുകൂടി അതേപോലെ വീണ്ടും തുടർന്നു. 4 പീസാണ് ഇതിനുള്ളത്. ചിക്കൻ വറുത്തരച്ച കറിയിലും നമ്മൾ കണ്ടത് 4 പീസാണ്. ഒരു വെള്ളയപ്പം മുറിച്ചെടുത്ത് ആ ഗ്രേവിയിലൊന്ന് മുക്കി കഴിച്ചു നോക്കി. ആ ചിക്കൻ പീസിൽ നിന്ന് ഒരു കഷ്ണം പിച്ചിയെടുത്ത് ആ വെള്ളപ്പവുമായി ചേർത്ത് വെച്ച് ഒന്ന് കഴിച്ചു നോക്കി. അതും അലിഞ്ഞു തീരുന്ന അനുഭൂതി. ഈ ചിക്കൻ സ്റ്റൂ കുറച്ച് വേവ് കുറവാണോ എന്നൊരു സംശയമുണ്ട്. പക്ഷേ ഇതിനു മുമ്പ് 2-3 ഇടങ്ങളിലും ഇതേ അവസ്ഥ നേരിട്ടിട്ടുമുണ്ട്. ഇതെന്തുകൊണ്ടായിരിക്കും? കുറച്ചുകൂടി വേവിച്ച് വെച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി സോഫ്റ്റ് ആവില്ലായിരുന്നോ എന്നൊരു സംശയം പലപ്പോഴും തോന്നിയിട്ടുമുണ്ട്. എന്നിരുന്നാലും രുചികരമായ ഒരു ഭക്ഷണമാണ്. വെള്ളയപ്പം തീരുന്നത് അറിയുന്നതേയില്ല. അലിഞ്ഞലിഞ്ഞ് തീരുകയാണ്. അപ്പോഴേക്കും നമ്മുടെ പൊറോട്ട എത്തി. വെള്ളയപ്പം തിന്നാൽ വിശപ്പടങ്ങില്ല എന്നൊരു ധാരണയിലാണ് പൊറോട്ട ഓർഡർ ചെയ്തത്. നല്ല മുരിഞ്ഞ പൊറോട്ട അത് പ്ലേറ്റിലേക്ക് എടുത്തു വെച്ചു. നൂൽ പൊറോട്ട പോലെയാണ് അത് ഫീൽ ചെയ്യുന്നത്. ഗ്രേവി അതിന് മുകളിലേക്ക് ഒഴിച്ച് 2 പീസ് ഇപ്പോഴും കാത്തിരിക്കുകയാണ്. ആ പീസിനെ കൂടി ഇനി കാത്തിരിപ്പിക്കാൻ വയ്യ. പീസ് എടുത്ത് പൊറോട്ടയ്ക്ക് തൊട്ടരികിൽ വെച്ചു. തൊട്ടുപിറകിലെ പാളത്തിലൂടെ തീവണ്ടി കൂകി വിളിച്ച് ഓടിപ്പോകുന്നുണ്ട്. അത് തൊട്ടടുത്ത് തന്നെയാണ് ഈ റഹ്മത്ത് ഹോട്ടൽ എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്ര അനുഭവമായി തോന്നുന്നത്. ആ പൊറോട്ടയിൽ നിന്നും ഒരു പീസ് പിച്ചിയെടുത്ത് ചിക്കനുമായി ചേർത്ത് വെച്ച് ഒന്ന് കഴിച്ചു നോക്കി. ഗംഭീരം എന്നല്ല പറയേണ്ടത്, നമ്മുടെ വീട്ടിലൊക്കെ തയ്യാറാക്കാവുന്ന ഒരു ഐറ്റമാണ് ചിക്കൻ സ്റ്റൂ. കൂടെ ഒരു കോഫി കൂടെ പറഞ്ഞു. ഈ ഭക്ഷണത്തിൻ്റെ രുചിയാണ് ഈ പ്ലേറ്റിൽ മറഞ്ഞിരിക്കുന്നത്. ബില്ലായത് 215 രൂപ. റഹ്മത്തിൽ നിന്ന് നടന്നിറങ്ങി വരുമ്പോഴാണ് ഈ ചില്ലുകൂട്ടിലെ അലമാരയിൽ കിടന്ന് ഈ പലഹാരങ്ങളെല്ലാം നമ്മെ നോക്കി ഒന്ന് ചിരിച്ചത്. തൊട്ടടുത്ത് നിന്ന് ഒന്ന് സലാം പറഞ്ഞു. വീണ്ടും വരാം.